ആര് പറഞ്ഞു? ഫുഡ് കഴിക്കാൻ വന്നാ? അത് ഒരു ദിവസം സ്റ്റേ ഉണ്ട്. ഇന്ന് പോകുന്നില്ല. ഇന്ന് പ്രിയയ്ക്ക് I'm going to give her one of the best surprises she has had in a long while. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാർ എടുത്തിരിക്കുന്നത്. പക്ഷേ I'm going to take her to one of the most beautiful places in the world എന്ന് തന്നെ പറയാം. Hi guys, good morning. Welcome to a new vlog. Today is going to be such an amazing day. കാരണം ഈ കുറേ കാലമായിട്ട് എനിക്ക് പ്രിയനെ സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഷീ ആക്ച്വലി നോസ് എവറിത്തിങ്. ഇപ്പോൾ നമ്മുടെ പാറ്റേണും എല്ലാം നിങ്ങൾക്ക് അറിയാതെ പോലെ തന്നെ പ്രിയയ്ക്ക് ഓബിയസ്ലി അതിനെക്കാട്ടി കൂടുതൽ അറിയാമല്ലോ. സോ സർപ്രൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് പ്രിയ 100% സർപ്രൈസ് ആയിരിക്കും. ഷോ യു ഗോയിങ് ടു ലവ് ദ വ്ലോഗ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിയ തിങ്സ് വി ആർ ഗോയിങ് ബാക്ക് ടു കൊച്ചി. ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിൽ പോകാമെന്നാണ് വിചാരം. ആൻഡ് നമ്മൾ വൈകുന്നേരമാണല്ലോ ഫ്ലൈറ്റ്. രാത്രി 7 മണിക്ക് 8 മണിക്കാൻ കാണും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നമുക്ക് രാവിലെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് ഒരു ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാം. അവിടെ ഗാർഡനും അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്ത് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നാട്ടിൽ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതല്ല പരിപാടി ഗൈസ്. ഐ ആം ഗോയിങ് ടു സർപ്രൈസ് സംതിങ് അമേസിങ്. ഇതിൽ ഭയങ്കര ഡ്രസ്ഡപ്പ് ഒക്കെയാണ്. ആദ്യമേ തന്നെ ഞാൻ റെന്റ് കാർ എടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്ന റെന്റ് കാർ എടുത്ത് എയർപോർട്ടിൽ പോകാനാണ് ചീപ്പർ എന്നാണ്. പക്ഷെ അതിനല്ല, വേറെ ഒരു സ്ഥലത്താണ് പ്രിയനെ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു ദിസ് പ്ലേസ് ഇൻ ബാങ്കോക്ക്. വേറൊരു കാര്യം കൂടെ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുന്ന സ്ഥലമേ അല്ല. പൊതുവെ പട്ടായ, ഹുവായിൻ അല്ലെങ്കിൽ മറ്റേ ചിയാങ് മായ്, ഫുക്കെ അങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. ഇത് അധികം ആൾക്കാർ പോകുന്നല്ലോ. സോ ഐ something beautiful is waiting for you and hopefully Priya will enjoy this vlog and she'll feel much better also mentally and physically. അതുപോലത്തെ ഒരു സ്ഥലമാണ്. സോ ഇതാണ് നമ്മുടെ വണ്ടി. ടൊയോട്ട ആൾട്ടിസ് ആണ്. അത്യാവശ്യം നല്ല കണ്ടീഷനിലേക്കാണ്. 3 ദിവസത്തേക്ക് എനിക്ക് വരുന്നത് 5000 രൂപയാണ്. എക്സൈറ്റഡ് ഫോർ ദ റോഡ് ട്രിപ്പ്. ഗുഡ് മോർണിംഗ്. ലുക്കിംഗ് ലൈക്ക് എ വാവ് ആണല്ലോ ഇത്. തിരിച്ച് നാട്ടിൽ പോകുന്നതിന്റെ സന്തോഷമാണോ? എക്സിബിഷന് പ്രിപ്പയർ ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഇങ്ങനെ ഡ്രസ് ചെയ്തത്. നന്നായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രിയത് ഇത്ര ഒരുങ്ങി പാടില്ല. കാരണം മാച്ചിങ് കമ്മലൊക്കെ ഇട്ടിരിക്കുന്നത് നോക്ക്. ഇപ്പൊ മുഖത്ത് നിങ്ങളെ പൊടി കാണുന്നത് മേക്കപ്പ് അത് വിചാരിക്കരുത്. 1.5 ലിറ്റർ സൺസ്ക്രീൻ എടുത്ത് മുഖത്തിട്ടിട്ടുണ്ട്. സോ അത് ഇന്നലെ നമ്മൾ വാങ്ങിയ പുതിയ ഷൂ ഒക്കെ ഇട്ട് നാട്ടിലേക്ക് പോകണം. പക്ഷെ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു അടിപൊളി സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ പോകുന്നത്. അതല്ലേ ഞാൻ ഇത്ര നന്നായി ഡ്രസ് ചെയ്യാൻ. ഒരുപാട് ഫോട്ടോസ് എടുക്കാറുണ്ട്. ക്യാമറ റോളൊക്കെ തീർന്നു. ഫോട്ടോ സേവ് ചെയ്യാൻ സ്പേസ് കാണില്ല. ഇല്ല ഫ്ലൈറ്റ് രാത്രിയല്ലേ. അപ്പൊ റെഡി എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? അത് എക്സ്പെൻസീവാ. അതിനാടി വേദ എന്റെ കാർ എടുക്കുന്നല്ലോ. അത്രയും ദൂരം വരെ പോവാൻ 1 ദിവസത്തെ പൈസ കൊടുത്താ പോരെ. ആ എയർപോർട്ടിൽ ഡ്രോപ്പ് ഉണ്ട്. അതല്ലേ ഏറ്റവും നല്ലത്. ഒന്നും ഒരു ഐഡിയ ഇല്ല. അതാണ് തൊപ്പി വെച്ചോണ്ട് നടക്കുക. UV തൊപ്പി. ഗൈസ് ഡ്രൈവ് ഈസ് ഗെറ്റിംഗ് മോർ ബ്യൂട്ടിഫുൾ. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഫോറസ്റ്റ് ഏരിയയുടെ അടുത്തൊരു 30-40 മിനിറ്റ്സും കൂടെ ഉള്ള നല്ല റോഡ്സ് ആണ്. ഇറ്റ്സ് ഈസി ടു ഡ്രൈവ്. കുറെ നല്ല സ്റ്റോപ്സ് ഉണ്ട്. 7-Eleven പെട്രോൾ പമ്പ്സിലകത്തൊക്കെ 7-Eleven ഉണ്ട്. ഞങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി പോകുന്ന അടുത്ത് നല്ല വെതറും കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 40 മിനിറ്റ്സും കൂടെ ഉള്ളൂ. നല്ല സ്ഥലങ്ങളാണ് പിറ്റ് സ്റ്റോപ്പ്. ഞാൻ കാണിച്ചു തരാം. പെട്രോൾ പമ്പ്സ് ഇവിടുത്തെ വേറെ ലെവലാണ്. ഇവിടുത്തെ ഒരു സ്റ്റാർബക്സ് പോലത്തെ പുൺതായ് കോഫി, കുറച്ച് മറ്റേ ടോയ്സും അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ 7-Eleven ഇല്ലെങ്കിലും എല്ലായിടത്തും ഇതുപോലെ എല്ലാം ഉള്ള ഒരു ഗ്രോസറി സ്റ്റോറ്, ക്ലീൻ ബാത്റൂംസ് എല്ലാം ഉള്ള ഒരു സൗകര്യമുണ്ട്. ഐ ലവ് റോഡ് ട്രിപ്സ് ഇൻ തായ്ലൻഡ്. എനിക്ക് വേണ്ടി വാങ്ങിയാണ്. യു ടോൾഡ് യു വാണ്ട് ജെല്ലി. എനിക്കറിയാം ഞാൻ വാങ്ങും. ഇപ്പൊ വേറെ പോയി വാങ്ങണം. എന്ത് ഞാൻ വാങ്ങിയാലും അത് ബ്രേക്ക് വേണം. ഞാൻ വേറെ പോയി വാങ്ങട്ടെ ഒന്നും കൂടെ. ഞങ്ങൾ അങ്ങനെ സ്ഥലം എത്താറായി. ഇപ്പൊ ചെറിയ ചെറിയ ഇന്നർ റോഡ്സിൽ കൂടെയാണ് പോകുന്നത്. ശരിക്കും എനിക്കൊന്ന് തായ്ലൻഡിൽ ഞാൻ ഇത്രയും വർഷം വന്ന് കുറെ യാത്ര ചെയ്തിട്ടുണ്ട്, കുറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഗ്രാമ സെറ്റപ്പ് ഇപ്പോഴാണ് കാണുന്നത്. പ്രോപ്പർ ഒരു ഗ്രാമമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ
3 മണിക്കൂർ യാത്രക്ക് ശേഷം പ്രിയ നമ്മള് ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുവാണ്. ഫ്ലൈറ്റ് രാത്രിയല്ലേ, എന്നാലും ഇവിടുന്ന് അധികം ദൂരം ഇല്ല. മോള് നോക്ക്, ഇനിന്റെ അകത്ത് കയറുമ്പോ പറയും ഓ വാട്ട് ഡിസ്കവർ ചെയ്ത്. ഫസ്റ്റ് ഓഫ് ആൾ ഇവിടെ കാർ ഇല്ലാതെ വരാൻ പറ്റില്ല, ടാക്സിയിലും വരാൻ പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ബസ്സും ഇല്ല, ഒന്നുമില്ല. സോ ഭയങ്കര സെക്ലൂഡഡ് ആയിരിക്കും, ലോക്കൽ ടൂറിസ്റ്റ് മാത്രമേ കാണുള്ളൂ. നോക്കിക്കോ. എന്റെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ആ റിസോർട്ടിന്റെ അകത്തേക്ക് പോകുന്ന ഏരിയ. ലുക്ക് അറ്റ് ദിസ് പ്രിയ, നോക്ക് അങ്ങോട്ട്. How pretty and beautiful, no? ഇവിടുന്നുള്ള റിവ്യൂ ഷോട്ട്. നോക്ക് നോക്ക്, ബ്യൂട്ടിഫുൾ പ്ലേസ്. What a manicured garden, what beautiful place. ഇതൊരു യൂറോപ്യൻ കൺട്രി പോലെ ഇല്ലേ? അതാണ് ഇത്. എങ്ങനെയാ അങ്ങോട്ട് പോകുന്നേ? എങ്ങോട്ടെങ്കിലൊക്കെ പോവാ, വഴിയൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നേരെ വണ്ടി കയറ്റിയാലോ? ചെക്കിനിലേക്ക് പോവാണ്. ഇറ്റ്സ് ലിറ്ററലി ലൈക്ക് എ യൂറോപ്യൻ കാസിൽ, ഒരു യൂറോപ്യൻ പാലസ് ഗ്രൗണ്ട്സിന്റെ ഫീലാണ്. ആദ്യമേ തന്നെ ഞാൻ ബാക്കിയൊക്കെ കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഹോട്ടലിന്റെ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞ ഏരിയ നിങ്ങളൊന്ന് ഡ്രോണിൽ കൂടെ കണ്ടു നോക്ക്. വെൽക്കം ടു മൂവ് ആൻഡ് പിക്ക് ബാങ്കോക്ക്. അല്ല സോറി, തായ്ലൻഡ്. എന്ത് ഇവിടെ സ്റ്റേ ഉണ്ട്? ആര് പറഞ്ഞു? ഫുഡ് കഴിക്കാൻ വന്നാ? അത് ഒരു ദിവസം സ്റ്റേ ഉണ്ട്, ഇന്ന് പോകുന്നില്ല. ഇങ്ങനത്തെ സ്ഥലം കേട്ടിട്ടുണ്ടോ? കവോയായി എന്നാണ് സ്ഥലത്തിന്റെ പേര്. വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ നാച്ചുറൽ പാർക്കാണ് ഇവിടെ. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇറ്റ്സ് എ റിലാക്സേഷൻ ട്രിപ്പ്. പക്ഷെ അടുത്ത തവണ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഭയങ്കര സംഭവങ്ങൾ കാണിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ റിസോർട്ടാണ് കാണിക്കേണ്ടത് അല്ലേ? നേരെ ബാക്കിലേക്ക് നടന്നു നോക്ക്. സോ ഇത് ലോബിയാണ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലോബി. ആൻഡ് മൂവ് ആൻഡ് പിക്ക് എന്ന് പറയുന്ന അക്കോർഡിന് ചെയ്യുന്നത് തന്നെയാണ്. ശരിക്കും അതൊരു യൂറോപ്യൻ രീതിയിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷാൻഡ്ലിയർ ഒക്കെ വെച്ച്. പക്ഷെ നേരെ ബാക്കിലേക്ക് പോകുമ്പോൾ ആ ഫൗണ്ടൻ ഒക്കെ ഒരു റഷ്യൻ ഫൗണ്ടൻ പോലെ ഇല്ലേ? ആ അല്ലേ? നോക്ക്, അടിപൊളിയല്ലേ? അതാണ് ബാങ്കോക്കിൽ നിന്ന് വേറെ ലോകത്ത് വന്ന പോലെ ഇല്ലേ? ഏതോ ഇല്ല, അതെ, യൂറോപ്യൻ കൺട്രി പോലെ. യൂറോപ്യൻ കൺട്രിയിൽ ബാങ്കോക്കിൽ പോണോ? ഇവിടെ വരും. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ കാവ്യായി വരുക. പൈസ ആവൂല അല്ലേ? അടിപൊളി അല്ലേ? ഒരു കാര്യം ചെയ്യാം, ബഗിയിലാണ് റൂമിലേക്ക് പോകേണ്ടത്. അപ്പൊ കഴിച്ചിട്ട് റൂമിൽ പോവാം, പിന്നെ ഇപ്പൊ ഇറങ്ങണ്ടല്ലോ. റെസ്റ്റോറൻറ്റ് സ്പേസ് ഒക്കെ അടിപൊളിയാണ്. ഒരു ഇറ്റാലിയനും ഉണ്ട്, ഒരു മൾട്ടി ക്യൂസീനും ഉണ്ട്. ഞങ്ങളിപ്പം മൾട്ടി ക്യൂസീനിലാണ് പോകുന്നത്. അധികം തിരക്കും ഇല്ല, നല്ല കിഡിന് സാധിക്കാം, നല്ല ആംബിയൻസും. എന്തൊരു ഫീലാണെന്നറിയാം, ഒരു പഴയ യൂറോപ്യൻ ശരിക്കും കാസൽ ഫീൽ. അതിനാണ് എനിക്കൊന്ന് അവരുടെ റൂഫിംഗ് ഒക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാവ് എ ബാർ കൗണ്ടർ ആൻഡ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്ന സ്ഥലം. മേളിൽ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്. വൈകുന്നേരം ടീക്ക് ഞാൻ ഔട്ട്സൈഡ് വ്യൂ കാണിക്കാം. ദാറ്റ്സ് അമേസിങ്. നമ്മളപ്പോൾ ലഞ്ച് കഴിക്കട്ടെ. എന്തായാലും എങ്ങനെയുണ്ട് സർപ്രൈസ്? എന്തൊരു ഷോക്കില്ലാത്ത? അപ്പൊ ഞാൻ എന്റെ ഫ്ലോപ്പായി പോയാ. പക്ഷെ ഇത് എക്സ്പെക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് നമ്മള് വന്നത് ഹൈവേ റോട്ടിൽ കൂടെ ആണല്ലോ, എയർപോർട്ടിൽ കൂടെ. അപ്പൊ ഓൺ ദ വേ ഏതെങ്കിലും കഫേയിലേക്ക് അയച്ചിട്ട് നല്ല ഫോട്ടോസ് എടുത്തിട്ട് പോകാന്നായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ റിസപ്ഷനിൽ പോയപ്പോ എനിക്കൊരു ഡൗട്ട്, സ്റ്റേ ഉണ്ടോ? ആദ്യമായിട്ട് ഫ്ലോപ്പായി. സർപ്രൈസ് അല്ലേ? നമ്മുടെ മീല് ഫേവറേറ്റ്, നമ്മൾ തായ് ഫ്ലേവർ വിട്ട് കളിക്കുന്നില്ല. സോ പ്ലെയിൻ റൈസ് ഓബ്വിയസ്ലി, പിന്നെ ഇവരുടെ ഒരു പോർക്ക് സ്റ്റഫ്ഡ് തായ് ഓംലെറ്റ്, അതല്ലാതെ നല്ല തായ് ഗ്രീൻ കറി ചിക്കൻ. ഒരു പെർഫെക്റ്റ് ലൈറ്റ് മീലാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഈ തായ് ഗ്രീൻ കറി ഉണ്ടല്ലോ,
ശരിക്കും നമ്മുടെ ഒരു സ്റ്റ്യൂ ഇല്ലേ, സ്റ്റ്യൂവിൻ്റെ അത്രയും കട്ടിയില്ല, പക്ഷേ സ്റ്റൂവിനെ കാട്ടി നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇത് ആക്ച്വലി ഇത്രയും റണ്ണി ആയിരിക്കണം, അധികം തിക്കാവാൻ പാടില്ല. സോ ഒരു സ്പൈസി ചിക്കൻ സ്റ്റ്യൂ കഴിക്കുന്ന ഫ്ലേവറാണ് ഈ തായ് ഗ്രീൻ കറി റൈസിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫ്ലേവർ. ഇത് സ്റ്റഫ്ഡ് ഓംലെറ്റ് ആണ്, ഇതിൻ്റെ അകത്ത് പോർക്കുണ്ട്, നല്ല ടേസ്റ്റ്. അതെ, അതാണ് ഇത്, അതൊക്കെയാണ് ഈ സ്ഥലത്തിന്റെ സ്പെഷ്യാലിറ്റി. ആദ്യമേ വലിയ സംഭവം അല്ലാന്ന് പറഞ്ഞല്ലോ എന്നോട്. ഇത് എൻഡ് ഓഫ് ദ വ്ളോഗിൽ സത്യം ഓണസ്റ്റ് ഒപ്പീനിയൻ പറയാം, കാരണം അല്ലെങ്കിൽ അവിടെ സബ്സ്ക്രൈബേഴ്സ് കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ലഗേജൊക്കെ ഇറക്കിയില്ലേ, റൂം കീ കിട്ടിയില്ലേ? ഇതേ എവിടെ നോക്കട്ടെ, ഇതേ റൂം കീ. അല്ല, ഇത് ഈ സ്റ്റേ കഴിഞ്ഞിട്ട് പറ, ഇസ് ഇറ്റ് വർത്ത് കമ്മിങ് ഹിയർ ഓർ നോട്ട്. ഓക്കെ, അപ്പൊ റൂമിൽ പോവാം. പറ്റിയില്ല. എന്തൊരു ഭംഗിയാ നോക്കി, എന്ത് വലിയ ഏരിയ. വേറൊരു കാര്യം അറിയാം, ഇത് ഗോൾഫ് കോഴ്സും കൂടി, അതാണ് ഇത്രയും ഏരിയ. അതുണ്ട് പിക്നിക് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് പറ്റിയ സ്ഥലം. നോക്ക്, അവിടെ പിക്നിക് സെറ്റ് ചെയ്തൊക്കെ തരും കേട്ടോ അവര്. ശരിക്കും ഒരു പഴയ പാലസിന്റെ ഒരു ഫീലാണ്. ആൾക്കാരും കുറവാണ്, മാർബിൾ ഫ്ലോറിംഗ് പോലെ. ആൻഡ് ഒരു ബ്ലോക്സ് ആണ്. മെയിൻ ബ്ലോക്കിൽ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. രാത്രി ആകുമ്പോൾ ലൈറ്റ്സും കൂടെ കിട്ടി കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു ഹോണ്ടഡ് ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഗൈസ്, അപ്പോൾ പ്രിയ റൂം ടൂർ റെഡിയാണ്. എനിക്കൊന്നും കുറച്ച് കാലത്ത് ശേഷമായിരിക്കും ഇത്രയും ഒരു കിഡിലൻ എസ്തെറ്റിക്സ് ഉള്ള ഒരു റൂം നമ്മൾ കാണുന്നത്. സോ ഐ തിങ്ക് സോ ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ പ്രിയക്ക് കാണുമായിരിക്കും. റൂം 2303. എന്താ പറയാ? നല്ലല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തായ്ലൻഡിലാണ് ഇത്. ഇങ്ങനത്തെ ഒരു സ്ഥലം. എക്സ്ട്രീംലി യൂറോപ്യൻ റഷ്യൻ പാലസ്. അല്ല, ഒരു കാസിൽ പോലെ. നമുക്ക് ഓർഡറിൽ കാണിച്ചു പോവാം, കാരണം ബാത്റൂം ഇതിൽ കാണിക്കാൻ അത്രയും എസ്തെറ്റിക് ആണ്. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണിക്കാം. ഓക്കെ, അപ്പൊ കേറി വരുമ്പോ തന്നെ മിറർ ഉണ്ട്, പക്ഷെ ഞാൻ അത്ര എക്സൈറ്റ്മെന്റ് കാണിക്കല. ഹാഫ് മിററാണ്. വെൽക്കം ടു അവർ ബാത്റൂം. ഇത് കണ്ടോ, ഒരു സ്റ്റാൻഡ് അലോൺ ടബ് ഉണ്ട്. മിക്ക കാസിലൊക്കെ ഇങ്ങനത്തെ കാലൊക്കെ ഉള്ളത് കണ്ടോ, അങ്ങനത്തെ ബാത്റൂംസാണ്. പിന്നെ ബ്രാസ് ലാമ്പ് ഉണ്ട്. പൈപ്പ് നോക്കി, അതാ ബ്രാസ് ലാമ്പ്, ബ്രാസിന്റെ പൈപ്സ്, ബ്യൂട്ടിഫുൾ. ഓൾ ഒരു എക്സ്പെൻസീവ് ബാത്റൂമിന്റെ ഫീല്. വൈഡ് ഇട്ട് എന്ത് വലിയ റൂമാ ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സീറ്റിംഗ് ഏരിയ തന്നെ നോക്ക്, നല്ല ഭംഗിയാ. ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. അതെ, എന്ത് വലിയ കുഷൻ അല്ലേ. ബ്യൂട്ടിഫുൾ സ്പേസ്. ഓ, obviously. പാലസ് ഫീൽ തന്നെയാ. വാൾപേപ്പർ. അത് അതെന്താന്നറിയോ, നമ്മൾ ഏതോ ഒരു എക്കോർ പ്രോപ്പർട്ടി പോയപ്പോ മുകളിലത്തെ ഫ്ലോറിൽ തരരുത്, സ്റ്റെപ്സ് കയറാൻ വയ്യാന്ന് ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പൊ ഫുൾ എക്കോർ ഗ്രൂപ്പിന് അത് കാണും. അപ്പൊ ചിലവർ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യും. ദേ നോ ദ മെമ്പേഴ്സ് നോ, അങ്ങനെ തരുന്നതാ. പക്ഷെ അവർ തന്നിരിക്കുന്ന കേക്ക് വരെ കാസിൽ പോലെ മാക്രൂൺസ് ഉണ്ട്. ഏതുണ്ടെങ്കിൽ എല്ലാ മാക്രൂൺസ് അടിച്ചു കയറ്റിയത്. ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, ഇത് കണ്ടോ, ഒരു ഫയർ പ്ലേസ്. അതെ, ഒരു ഫേക്ക് ഫയർ പ്ലേസ്. അതെ, ഇത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു കൗച്ചും സീറ്റിംഗ് ഏരിയയും. ആൻഡ് ഓൾ ദ വാൾപേപ്പേഴ്സ്, എവറിത്തിങ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഇതൊരു ബ്രിക്കിന്റെ ലേ ഔട്ടിൽ ബാക്കിലത്തെ മതിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഹൈ സീലിംഗ്സ്, ബ്യൂട്ടിഫുൾ റൂം അല്ലേ. ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നത് ബാങ്കോക്ക് ആണോ? അതെ അല്ലേ. അതെ, പിന്നെ നമ്മൾ എടുത്തു പറയണം ഇത് ബാങ്കോക്ക് ആണോന്നൊരു ഡൗട്ട്. ഇവരുടെ ഹൈലൈറ്റ്, ഇതെല്ലാം ഹൈലൈറ്റ് ആണ്. കാസിൽ ഹോട്ടൽ എന്ന് പറയാം. തുറക്ക്, ഇതൊരു സംഭവമാണ് കേട്ടാ. ലുക്ക് അറ്റ് ദ വ്യൂ. രണ്ട് കസേര അവര് നേരെ
വെളി നോക്കാൻ ഇട്ടിരിക്കുക അല്ലേ? ഇതേ ഈ ക്യാമറയിൽ കൂടെ കണ്ടിട്ട് തന്നെ ആ ഉണ്ട്. എന്ത് ഭംഗിയാണിത്. ഒരു ബ്യൂട്ടിഫുൾ അല്ലേ? ഞാൻ പ്രിയയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരു വ്യൂ കാണിക്കട്ടെ. ഈ ഒരു ഏരിയ ഒക്കെ എന്ത് രസമായിരിക്കും വൈകുന്നേരം ഇരിക്കാൻ അല്ലേ? നമുക്ക് ഒന്ന് വേഗം പോണം. ഒരു ചെറിയ സംഭവം ഉണ്ട് മെയിൻ ലോബിയില്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ചില്ല് ചെയ്യാവേ. അപ്പൊ വൈകുന്നേരം ആകുമ്പോ നമ്മളിതേ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആന്ന് നോക്ക്. കാം, ജസ്റ്റ് കിളികളുടെ സൗണ്ട് മാത്രം. ഇതിന്റെ അകത്തുള്ള വണ്ടികൾ വരെ മറ്റേ EV ബാറ്ററി ഗോൾഫ് കാർട്ട്സ് ആണ്. അവിടെ ഊഞ്ഞാലുണ്ട്. കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയയും കൂടെ ഒന്ന് കാണിക്കണം എന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനത്തെ ചില പാറ്റേൺസ് ഉണ്ട് കേട്ടോ. ഈ ബ്രാസിൽ ആനിമൽസ്, കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിലൊരു തീം എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ കുറേ ഡിസൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ തിരിച്ചെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അറിയോ? ഇത് മൂവ് ആൻഡ് പിക്ക് ഹോട്ടലാണ്. മൂവ് ആൻഡ് പിക്ക് ഹോട്ടലിലെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? 3 to 4 every day. I think so anywhere in Asia, I think so even in Europe, I'm not sure. ഏഷ്യയിൽ എവിടെയാണെങ്കിലും 3 to 4 എല്ലാ ഗസ്റ്റിനും അൺലിമിറ്റഡ് ചോക്ലേറ്റ് ഡിസേർട്ട്സ് ഉണ്ട്. വേൾഡിൽ എവിടെ പോയാലും ഉണ്ടെന്ന് തോന്നുന്നു ഡിസേർട്ട്സ്. 3 to 4 അത്രയും വലിയ ബുഫേ ഒന്നും ആയിരിക്കില്ല. ബട്ട് എവറി ഡേ യു ഹാവ് സം ചോക്ലേറ്റ് ഡിസേർട്ട് പോലത്തെ മൂവ് ആൻഡ് പിക്ക് ഹോട്ടലിൽ 3 to 4. അപ്പൊ അത് കഴിക്കാനാണ് തിരിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് ഫുഡല്ലേ, ഇത് ഡിസേർട്ട്, ഉള്ളി ഡിസേർട്ട്. സോ ഇതാണ് ചോക്ലേറ്റ് അവർ കേട്ടോ, മൂവ് ആൻഡ് പിക്കിന്റെ. സോ ആദ്യമേ ഐറ്റംസ് കാണിക്കാം ആരെങ്കിലും വരുന്നതിന് മുമ്പ്. സോ ഗോട്ട് വാട്ടർമെലൺ, ഡ്രാഗൺ ഫ്രൂട്ട് ആൻഡ് സം മെലൺ. അതല്ലാതെ ഇത് ഒരു ചോക്ലേറ്റ് സോസ്, ബ്രൗണി, മാഷ്മെലോ, സം കോൺഫ്ലേക്സ് ആൻഡ് ചിപ്സ്. ആൻഡ് ദെൻ എനിക്കൊന്ന് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആയിരിക്കും. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ബട്ട് ഓബ്വിയസ്ലി ഇറ്റ്സ് ഫ്രീ നോ. ആൻഡ് ഒരു ഈവനിങ് ഹൈ ടീ പോലെ തന്നെ ഒരു അടിപൊളി സംഭവമല്ലേ. ഇത് റെഡി ആവുന്നതിന് മുമ്പേ ഇതേ അവർ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഒക്കെ സെറ്റ് ചെയ്യാട്ടോ. ഓപ്പൺ ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു 3 മണിക്ക് ഓപ്പൺ ആവുന്നത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നേരത്തെ വന്നതാണ്. എല്ലാം അടിച്ച് റെഡിയാക്കി വെക്കും അവർ. സോ ക്യൂട്ട് സാധനം. ഞാൻ വിചാരിച്ചു ആക്ച്വലി അത് മാഷ്മെലോ ആണ്, പക്ഷെ മാഷ്മെലോ അല്ല കേട്ടോ, എന്തൊരു ബിസ്ക്കറ്റാണ്. എന്തായാലും നോക്കട്ടെ. ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തുള്ളൂ, പ്ലസ് ഈ ഒരു മിൽക്ക് ഷേക്കും മതിയല്ലോ, ഫ്രീ അല്ലേ. ഓ ഇത് കൊള്ളിക്കാരാ, വെറും ഐസിങ്ങാണ്. ബ്രൗണി നോക്കട്ടെ, അത് കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ബ്രൗണി വിത്ത് ദിസ് ചോക്ലേറ്റ് സോസ്. നിങ്ങൾ പൊട്ടറ്റോ ചിപ്സ് ചോക്ലേറ്റ് സോസ് കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര കോമ്പിനേഷനാണ്. ഇത് കൊള്ളാം. ബ്രൗണി ആക്ച്വലി ഭയങ്കര ഫഡ്ജിയാണ്. നല്ല കിടിലം ബ്രൗണി, നല്ല റിച്ച് ഡാർക്ക് ചോക്ലേറ്റ് സോസ്. അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ എനിക്ക് നമ്മുടെ മസ്ക് മെലണോ ഷമാമോ അങ്ങനെ എന്തോ തോന്നുന്നു. കൊള്ളാം. ബനാനയായിരുന്നു വെക്കേണ്ടത്. ഇതൊക്കെ കൊള്ളാം. എന്തായാലും കോംപ്ലിമെൻ്റ് കിട്ടുന്നുണ്ട്, കുറ്റമൊന്നുമില്ല. പൈസ കൊടുത്താണെങ്കിൽ ചെയ്താലും അടിപൊളിയാണേ. ഓ പ്രിയക്ക് മാഷ്മെലോ കിട്ടി, ഞാനെടുത്ത ഐസിങ് ആയിരുന്നു. പക്ഷേ ഞാൻ പോയി തപ്പട്ടെ. കോമ്പിനേഷൻ ഇത് ലേസിന്റെ മറ്റേ സാർ ക്രീം ആൻഡ് ഓണിയൻ, അതും ഈ ചോക്ലേറ്റ് സോസും ഭയങ്കര കോമ്പിനേഷൻ. ആ ഉപ്പും മധുരവും എല്ലാം കൂടെ ഉണ്ട്, അടിപൊളി. ട്രൈ ചെയ്താട്ടാ. നാട്ടിൽ നല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ലേസ് മുക്കി കഴിച്ചോ. ആക്ച്വലി നല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡയറി മിൽക്ക് ആണെങ്കിലും കുഴപ്പമില്ല, ഈ ലേസ് മുക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പൊ ഇത് കോട്ടിങ് വരും, എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ. ഇല്ല, അതും കാണും. ട്രൈ ചെയ്ത് നോക്ക് എല്ലാരും, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അപ്പൊ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, കൗയായ് എന്ന് പറയുന്ന സ്ഥലമാണ്. കാവ് യായ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ആക്ച്വലി ഒരു നാഷണൽ പാർക്ക് ഏരിയ ആണ്. ഇവിടുന്ന് നമ്മുടെ ഈ റിസോർട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നാഷണൽ പാർക്കിൽ പോവാം. അവിടെ വാട്ടർഫാൾസ്, ഹൈക്കിംഗ് ട്രെയിൽസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതല്ലാതെ ഇവിടെ കുറേ ബ്യൂട്ടിഫുൾ ഈ ഫ്ലവർ ഫാംസ് ഉണ്ട്, ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉണ്ട്, ഭയങ്കര ഭംഗിയുള്ള കഫേസ് ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളൊരു മൂന്നാർ പോകുന്ന പോലെയാണ് അവർക്ക് ഇവിടെ വരുന്നത്. സോ ഈ നാളെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. പക്ഷേ കൗ യായ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാം സ്ഥലങ്ങൾ ഇഷ്ടമാണെങ്കിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ബട്ട് ഐ തിങ്ക് യു നീഡ് ടു ഹാവ് എ റെന്റ് എ കാർ.
അല്ലേ? എന്തേതോ സംഭവമായിട്ട് തോന്നാത്ത പ്രിയക്ക്? ഞാൻ ഇത്രയും സ്ഥലം കണ്ടുപിടിച്ച് വന്നിട്ട് പ്രിയ പറയാ ഇത് ഭയങ്കര സംഭവം അല്ലാന്ന്. ആ അടിപൊളിയല്ലേ? അതാ പറഞ്ഞേ. പിന്നെ ബാങ്കോക്കിന്റെ റേറ്റും യൂറോപ്യൻ ആംബിയൻസും ബ്യൂട്ടിഫുൾ. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഒരു ആനിമൽ ക്ലബ് ഉണ്ട്, പെറ്റിങ്, ഹോഴ്സ് റൈഡിങ് എല്ലാം ഉണ്ട്. ആ എന്നാ നല്ലല്ലേ? ഈ ഒരു ഏരിയയുടെ ഒക്കെ ഭംഗി നോക്കിക്കേ. ഇത് വെറുതെ ഒരു ഫോട്ടോഷൂട്ട് എന്നുള്ളതാണ്. ബാക്കിൽ മൊത്തം മൗണ്ടൻസ്, ബ്യൂട്ടിഫുൾ ഗാർഡൻസ്. ഇതൊരു നല്ല ഗാർഡൻ. ആ കാണുന്ന ഒരു കഫേ ആണ് ഈ ഹോട്ടലിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു കഫേ. ആൻഡ് ദെയർ ഇസ് എ ആനിമൽ ഫാം. എനിക്കൊന്ന് ഇപ്പോൾ 6 മണി ആയല്ലോ, 5 മണി വരെ കണ്ടേ ഉള്ളൂ. ഒരു ആനിമൽ ഫാമും ഉണ്ട്. പ്രിയപ്പോൾ ഒരു നല്ല ഷോട്ട് എടുക്കാം. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തില്ലേ, അതൊന്ന് ഇവിടെ ഇട്ട് പ്ലേ ചെയ്ത് തരാം. ആൾക്കാർ കാണിക്കട്ടെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആളുടെ മൂഡ് മാറുന്നത്. എൻ്റെ അമ്മ, ഇവിടുത്തെ പൂളിൻ്റെ തന്നെ ഒരു ആംബിയൻസ് നോക്കിക്ക്. ബാക്കിൽ കംപ്ലീറ്റ് മൗണ്ടൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഐ നെവർ സീൻ സംതിങ് ലൈക്ക് ദിസ് ഇൻ എൻറ്റയർ തായ്ലൻഡ്. മേ ബി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റിസോർട്ട് ഇൻ തായ്ലൻഡ് ആണ്. ബ്യൂട്ടിഫുൾ. ഇത് നോക്ക്. അതുപോലെ വാക്ക് വേ ഉണ്ട്, ഇൻഡോർ പൂളും ഉണ്ട്, ഔട്ട്ഡോർ പൂളും ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് മാജിക്കൽ. ഇതുണ്ടോ പ്രിയ? പൂളിന് ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. ഇത് ഇൻഡോർ ഏരിയ, പക്ഷെ ഇവിടെ നിന്ന് തന്നെ ഔട്ട്ഡോറിലേക്കും പോവാം. ബ്യൂട്ടിഫുൾ നോ? അതേ പറഞ്ഞേ. ഐ നെവർ സീൻ. ഐ തിങ്ക് ഞാൻ താമസിച്ചിരിക്കുന്നതിൽ തായ്ലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. തായ്ലൻഡിൽ എന്താണെങ്കിലും. വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്വിമ്മിംഗ് പൂൾ ഇവിടെ. എന്തോരം ഇത്! കിഡ്സ് പൂള്, ഫ്ലോട്ടീസ്. ആ നമുക്ക് നമ്മുടെ വീട്ടിലെ വെളിയിലിട്ടിരിക്കുന്ന പോലത്തെ ഏകദേശം. ബ്യൂട്ടിഫുൾ. നോക്ക്, മറ്റേ ആർക്കേഡ് വീഡിയോ ഗെയിം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മുകളില് ജിം. ഭയങ്കര ആനിമലിന്റെ തന്നെ സ്ഥലമില്ലേ അവിടെ? എനിക്കൊന്ന് 6 മണിയായി, ക്ലോസ്ഡ് ആയി. മിക്കവാറും ഇവിടെ ഒരു തവണ കൂടെ വരേണ്ടി വരും വേദു വീഡിയോ കാണുമ്പോൾ. അവനായിട്ട് വരുമ്പോഴേ 2 days ഇവിടെ നിൽക്കേണ്ടി വരും. സെറ്റിംഗ്, ഈവനിങ് കോഫി സെറ്റിംഗ് ഇതാണ്. ഓഹോ, ഞാനേ ആ ഫ്രെയിം ഒന്ന് മരയ്ക്ക് വെച്ച് കാണിക്കട്ടെ പ്രിയ, ഇതിന്റെ ഭംഗി. മുകളിലത്തെ ലൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ നോക്കിക്കോ. ഞാൻ വൈഡ് ഇടാവേ. ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഷുവർ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ നോക്കണം. ലുക്ക് അറ്റ് ദ റെസ്റ്റോറൻറ്റ്സ്, ആംബിയൻസ്. എന്ത് രസമാണ് നോക്ക്. മൗണ്ടൻസ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഇവിടെ എപ്പോഴും ഒരു 23-24 degrees ആണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോൾഡ് പ്ലേസ് ഓൾസോ. ഞാൻ ഓടിപ്പോയി, ഇനിയിപ്പോൾ റൂമിൽ പോയി മാറാൻ സമയമില്ല. എൻ്റെ കാറിൽ മറ്റേ സെൻസൂട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പുളി ചാടിയിട്ട് വരാം. കൊതിയായിട്ട് പോയി എനിക്ക്. 10 minute വരാം. ഇത് ഫുഡ് വരുമ്പോഴേക്കാൻ വരാം. ഞാൻ പറഞ്ഞത് കണ്ട, ആനിമൽ ഫീഡിങ്, ഹോഴ്സ് റൈഡിങ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കിഡ്സ്. ഇത് മീറ്റിംഗ് അതൊക്കെ ഹാളുണ്ട്. കോർപ്പറേറ്റ് വെഡിങ് ഫോട്ടോഷൂട്ട്സ് വരെ നടക്കാറുണ്ട് ഇവിടെ. ഒബ്വിയസ്ലി അത്രയും ഭംഗിയുള്ള സ്ഥലമല്ലേ. കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, മൈക്കില്ല. പക്ഷെ വെള്ളവും അടിപൊളി, എല്ലാം കൂടെ കൊണ്ടും ഫാമിലി, കപ്പിൾ, ഫ്രണ്ട്സ് ആരായിട്ട് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഐ ലവ് ഇറ്റ്. ഞാൻ കുറച്ചു നേരം വാട്ടർ ബെഡിലൊക്കെ കിടക്കാൻ പോവാണ്. പ്രിയ ശരിക്കും വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരാളാണെങ്കിലുണ്ടല്ലോ, എനിക്കൊന്ന് ഈ അസുഖത്തിന്റെ പകുതി കുറഞ്ഞാണ്. വാട്ടറാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്. പക്ഷെ വെള്ളം പേടിയുള്ളവരെന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ഓ അടിപൊളി. ഇങ്ങൊക്കെ കഴിഞ്ഞ് ഇതേ നല്ലൊരു ഗ്യോസയും ഒരു മോക്ക ഡ്രിങ്ക് ഒക്കെ ഓർഡർ ചെയ്ത് ഈ ഒരു ആംബിയൻസിലിരുന്ന് ഒരു 1/2 മണിക്കൂർ ചില്ലിയാണ്. പ്രിയ എൻ്റെ ഇടയ്ക്ക് തായ് ടീയും കുടിച്ചു. ബാക്കിൽ ഇപ്പം ലൈറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് നടക്കണേ വെളിയിൽ കൂടെ. ഭയങ്കര ഭംഗിയായിരിക്കും. ഇവിടൊക്കെ വന്നാല് ഒരു ആഴ്ച നിക്കണം. കണ്ട, ഞാൻ പറഞ്ഞല്ലോ രാത്രിയൊക്കെ നമ്മളേക്ക് ഇവിടുത്തെ. ഇത് നോക്ക്, ആ ഏരിയ ഗാർഡന്റെ. എനിക്ക് അവിടെ ഊഞ്ഞാലാടണം. എന്തിനാ? അവിടെ ഒക്കെ എന്ത് ഭംഗിയാണ്. നമുക്ക് നമ്മുടെ മരത്തിൽ ഇങ്ങനെ ആക്കിയല്ലോ. ഇങ്ങനത്തെ ലൈറ്റാ ഫുൾ ഷോപ്പില്. അതല്ലേ ദീപാവലി പോലെ ഇരിക്കും എല്ലാ ദിവസവും. ഞാനേ ആ വീഡിയോ എടുക്കൊണ്ടിരിക്കുവായിരുന്നു. ഊഞ്ഞാലാടി. പ്രിയ ഊഞ്ഞാലിന്ന് സ്പീഡിൽ ഇറങ്ങിയതാ, നേരെ താഴെ കിടക്കുന്നത്.
നിങ്ങൾ പോയി ചോദിക്കരുത് ദില്ലു ചേട്ടൻ ഹെൽപ്പ് ചെയ്യാത്തത്. ഞാൻ പോയി ചോദിച്ചു. പിന്നെ ഞാൻ പറയുന്നു മുകളിലേക്ക് എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ട് എഴുന്നേൽപ്പിക്കാമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ പ്രിയക്ക് താഴെ ഒന്നും ഇരിക്കാൻ പോലും പറ്റാത്ത ആളാ. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചു നേരം എന്തായാലും താഴെ വീടും, വലിയ കാര്യമൊന്നും പുല്ലാണല്ലോ, ഒന്നും പറ്റിയില്ല. ഇത് മറ്റേ സ്റ്റാറൊക്കെ കണ്ടുകൊണ്ട് കിടക്ക്, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത്. ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, കുറച്ച് അവിടെ ഇവിടെ കൊരഞ്ഞു എന്നൊക്കെ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഉള്ളതാ. ചാടിയതല്ല, ആ സ്പീഡിൽ ആരെങ്കിലും ഇറങ്ങും. ഊഞ്ഞാല് ഫുള്ളായിട്ട് നിന്നിട്ട് ഇറങ്ങിയാ പോരെ. അതും ഇത് ഡൗൺ സ്ലോപ്പും ആണ്, ഊഞ്ഞാലിന്ന് താഴത്തേക്ക് ഡൗൺ സ്ലോപ്പും. ആ വിചാരിക്കും വലതും. അതെ, ഏതായാലും അതുകൊണ്ട് ഇപ്പൊ ഒരു 10 അടിച്ചിട്ട് താഴെ കിടക്കാൻ പറ്റിയല്ലോ. ഇവിടെ ഒരു പ്രശ്നം കൂടെ ഉള്ളത്, റെസ്റ്റോറൻറ്റ് 8:30, 9 വരെയുള്ളൂ. നമുക്ക് ലേറ്റ് നൈറ്റിന് ഒരു ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ അടുത്തൊന്നും വേറെ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. അപ്പോൾ നേരെ മുകളിൽ ഇറ്റാലിയന്, അടിയിൽ നമ്മുടെ മൾട്ടി ക്യൂസിൻ. പക്ഷേ അടിയിൽ പോയാൽ പോക്ക് റിബ്സ് ഒക്കെ കിട്ടും, ഞാൻ മെനുവിൽ കണ്ടായിരുന്നു. സോ ഡിന്നറും കൂടെ ഒന്ന് പോയി കഴിക്കട്ടെ. റൂമിൽ പോയി ഇതേ ലോ ഷുഗർ ഐസ് ടീ ഒക്കെ എടുക്കാൻ പോയതാണ്. ഞാൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇവരൊരു കോംപ്ലിമെന്ററി സാധനം ഒരെണ്ണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി വെക്കണ്ടേ, ഞാൻ വെച്ചതാ. എന്നിട്ട് ഞാനൊരു 2-3 വെച്ചതാ. പിന്നെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കഴിച്ച് ലാസ്റ്റ് ഒരെണ്ണം ആയി കഴിഞ്ഞപ്പോ പിന്നെ ഇത് എന്തിനാ ബാക്കി ഒരെണ്ണായിട്ട് എന്തിനാ വച്ചിരിക്കുന്നത്, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പ്ലേറ്റും കൂടെ എടുത്തോണ്ട് പോകാൻ പറയായിരുന്നു. സോ നൈസ്. എന്ത് വലിയ ക്രാക്കേഴ്സാ നോക്ക്. ക്രാക്കേഴ്സ്, എഗ്, അടിയിൽ ചിക്കൻ ഫ്രൈഡ് റൈസ്, നാസി ഗോറാങ് ആണ് പ്രിയ പറഞ്ഞിരുന്നത്. ആൻഡ് ഫോർക്ക് ആൻഡ് സ്പൂൺ, എവറിത്തിങ് ഇസ് സോ നൈസ്. നോ, ഇതെല്ലാം ഒരു യൂറോപ്യൻ ടച്ച് ഉണ്ട്. നല്ല വെയിറ്റ്. ചിക്കൻ, നാസി ഗോറാങ്, ഫ്രൈഡ് റൈസും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഓപ്പൺ എയർ ആംബിയൻസും ആണ്. പക്ഷെ എന്ത് രസമാണ് നോക്ക്. എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോജനിക് സ്പേസ് ആണ്. എന്റെ ബർഗർ നോക്കിക്കേ, കൊറേ പച്ചക്കറി. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല ഇത്രയും പച്ചക്കറി. ഞാൻ എന്തൊരു ഹൈറ്റ്, എന്നെ പോലെ ഹൈറ്റ് ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് മുട്ടയുണ്ട്, ആംഗസ് ബീഫ് ഉണ്ട്, ചീസ്, ബേക്കൺ, ടൊമാറ്റോ, ലെറ്റസ്, കുക്കുംബർ, ദെൻ സൈഡിൽ കുറച്ച് പിക്കിൾസ്, ഫ്രഞ്ച് ഫ്രൈസും അതിന്റെ ഡിപ്പും. ആ ഭയങ്കര സൈസ് കേട്ടോ. ഇതെങ്ങനെ കഴിക്കും? പക്ഷെ ഇത്രയും പച്ചക്കറി വേണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി. ചെടി, കൊറേ ചെടി ഉണ്ടെന്ന്. എങ്ങനെയുണ്ട് നാസി ഗോറാങ്? ബെസ്റ്റ് ആണോ? കുറേ നാളെ ഞാൻ കഴിച്ചിട്ട് ഭയങ്കര ഫ്ലേവറാ. സാധാരണ ഫ്രൈഡ് റൈസ് പോലെയല്ല അത്. നല്ല ഭയങ്കര ഫ്ലേവർഫുൾ ആണ്. ആ മുട്ടയും കൂടെ അതിലിട്ട് കഴിച്ചോണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആണ് നാസി ഗോറാങ്. ചിക്കൻ ആണ്. ആ ഷ്രിമ്പ് ക്രാക്കേഴ്സ് ശരിക്കും ഇതിന്റെ കൂടെയായിരുന്നു കഴിക്കേണ്ടത്. അല്ല, ഇന്തോനേഷ്യനാ. ഇത് ഞാൻ എങ്ങനെ കഴിക്കും എന്നുള്ള ഒരു മാനസിക വിഭ്രാന്തിയിലായി. എങ്ങനെ കഴിക്കുന്നത്? ഭയങ്കര വലുത്. മിക്കവാറും അങ്ങനെ എന്റെ മേളിൽ കയറി കഴിക്കേണ്ടി വരും. ഞാൻ കണ്ടു പടവന്ന് വീണത്. എന്തോ ഒരു ചെറിയ സ്ക്രാച്ച് കേട്ടോ, അതിനാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണാലേ ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവുള്ളൂ. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. സാധാരണ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ഇവിടെ തന്നെ കഴിച്ചേ പറ്റൂ. പക്ഷെ ഫുഡ് ഇത്ര അടിപൊളിയാണെങ്കിൽ ഇവിടെ കഴിക്കാൻ വേണ്ടി തന്നെ വന്നാണ്. ലുക്ക് അറ്റ് ദ പാറ്റി സൈസ്. സിംഗിൾ പാറ്റിയാണ്. ഇറ്റ്സ് സോ തിക്ക്. Then you got your pork and egg and cheese. Lots of vegetable. Cucumber ഉണ്ട്, lettuce ഉണ്ട്, tomatoes ഉണ്ട്, കുറച്ച് onions ഉണ്ട്. And look at how pink and perfectly cooked the burger is. Super. And Priya ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഫുഡ്. അല്ലേ നാസി ഗോറാങ്? ഗൈസ്, അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ നൈറ്റ് വാക്ക്. ആ നൈറ്റ് വാക്ക് നമ്മൾ നേരെ ഊഞ്ഞാലാടാനാ പോകുന്നത്. ഈ രാത്രി പോകുമ്പോ റൂമിന്റെ ഭംഗി നോക്കി കേട്ടോ നമ്മുടെ. അപ്പൊ പ്രിയ സെറ്റല്ലേ കൗയായി? അപ്പൊ നാളെ നമ്മള് കൗയായി കറങ്ങാൻ പോകുന്നതായിരിക്കും. നാളെ നമ്മൾ പോകുന്നില്ല. ഒരു ദിവസത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരുമോ? നമ്മള് മറ്റന്നാളാ പോകുന്നത്. പോണോ? നാളെ പോണോ? സോ ഗൈസ്, നമ്മൾ ഒരു ദിവസം കൂടെ കൗയായിലുണ്ട്. ഇതൊക്കെ അടിച്ചു പൊളിച്ച് ഞാൻ പറഞ്ഞില്ലേ പ്രിയക്ക് എല്ലാം കൂടെ കൊണ്ട് ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. സോ ആദ്യത്തെ സർപ്രൈസ് വർക്ക് ഔട്ട് കൊണ്ടാണ് ഞാൻ ഇത് ഹൈഡ് ചെയ്ത് വെച്ചത്. ഇത് ഷോക്കായി. എല്ലാത്തിനും ബാക്കപ്പ് വേണം. ഓക്കെ. അപ്പൊ നാളെ ഇവിടുത്തെ കുറച്ച് അടിപൊളി സംഭവങ്ങൾ കാണിക്കുന്നതായിരിക്കും. ആൻഡ് വി ഗോയിങ് ടു ഹാവ് സം മോർ ഫൺ ഇൻ കൗയായ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക്. ഓക്കെ, സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ.